വെൽക്കം ടു ഓപ്പൺ കിച്ചൺ. ഇന്ന് ഓപ്പൺ കിച്ചൻ്റെ യാത്ര ഒരു കാട്ടിനുള്ളിലേക്കാണ്, ഒരു ഗുഹയിൽ. ഇവിടെ ഒബ്രോൺ മാളിൻ്റെ തൊട്ടടുത്ത് ഹോട്ട് ജംഗിളിലാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങ് തകർക്കാം. ഓക്കെ, ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. എൻ്റെ അമ്മോ, രക്ഷപ്പെട്ടു. നമ്മളിപ്പോൾ ഹോട്ട് ജംഗിളിൻ്റെ അകത്താണ്, അതായത് ഭക്ഷണം കൊണ്ടുള്ളൊരു കാടിനകത്താണ്. നോക്കി, ഒരു കാട് പോലെ വിശാലമായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ മിസ്റ്റർ മാഹിൻ ബി അലി, അതായത് ഇവിടുത്തെ ഹോട്ട് ജംഗിളിലെ F&B ഡയറക്ടറും ഷെഫും കൂടിയിട്ടാണ്, ചീഫ് ഷെഫും കൂടിയിട്ടാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിന് ഞാനിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാം. അല്ലേ, തുടങ്ങല്ലേ മാഹിൻ? ഏതാ ആദ്യം കഴിക്കണ്ടേ? ചാട്ട് ഐറ്റംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിലൊരു പ്രത്യേക ഐറ്റമാണ് ഇത് ഇറച്ചി ചാട്ട്. നമ്മുടെ വലിയ മുളക്, ആ മുളക് ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആ ഇതൊക്കെ എടുത്ത് നമ്മൾ പൊട്ടറ്റോ കൊണ്ടൊക്കെ അതിൻ്റെതായ ഒരു പേസ്റ്റ് ഉണ്ടാക്കി അതിൽ സ്റ്റഫ് ചെയ്ത് അത് ഫ്രൈ ചെയ്തിട്ട് അതിലുണ്ടാക്കുന്ന ഒരു ചാട്ട് ഐറ്റമാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ള ഐറ്റമാണ്. അതുകൊണ്ട് ട്രൈ ചെയ്ത് മിർച്ചി ചാട്ട്. മിർച്ചി ചാട്ട് അങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് എല്ലാ ഐറ്റംസും ഇടുന്നത്. പ്രത്യേക സോസ് ഉണ്ട്, അതിൻ്റെ കേടിൻ്റെ ഒരു സോസ് ഉണ്ടാക്കുന്നത്. അതൊരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആണ്. കൊള്ളാം കേട്ടോ. ഇതൊരു റയർ വെറൈറ്റിയാണ് സംഭവം. നല്ലൊരു രസികൻ ഐറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എരിവുണ്ട്, മധുരമുണ്ട്, ഇച്ചിരി പുളിയുണ്ട്. അതായത് രുചിയുടെ ബേസിക് ആയിട്ടുള്ള 3 കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഒന്നിനൊന്നും മുന്നോട്ടല്ല, എല്ലാം ഈക്വൽ. നമ്മുടെ നാവിൽ എല്ലാത്തിനും രുചി കിട്ടുകയും ചെയ്യും, പക്ഷെ ഒന്നും കൂടുതലായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യില്ല. എപ്പോഴാണ് റെസ്റ്റോറൻറ്റിൻ്റെ ടൈമിങ്? റെസ്റ്റോറൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 o'clock ആണ്. വൈകിട്ട് 12 hours. ശരിക്ക് ഈ ഒരു ഡിസൈനേ ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു ജംഗിൾ ഫീലിങ്സ് ആണ്. കാരണം പിന്നെ തന്നെയല്ല, അത്യാവശ്യം ഒരു സൂവിലുള്ളതിനേക്കാളും കൂടുതൽ മൃഗങ്ങളെ നിങ്ങളിങ്ങനെ ഓരോ പ്രത്യേക സ്പോട്ടുകളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണുകയും ചെയ്യാം. എന്താണ് ഈ ഡിസൈൻ്റെ ഒരു ഐഡിയ? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ഡയറക്ടേഴ്സിൻ്റെ ഒരു ഇതായിരുന്നു. MDC മാനേജർ അവർ വൺ മിസ്റ്റർ ഷാഹിബ്, വൺ മിസ്റ്റർ മെഹ്റാബ്. മെഹ്റാബ് ഇവിടെ എറണാകുളത്തുള്ളതാണ്, ഷാഹിബ് തലശ്ശേരി ബേസ്ഡാണ്. അവരൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അവർ ഈ കേരളത്തിലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അധികം അടുത്തുള്ള സ്റ്റേറ്റുകളിലും ഇങ്ങനെ ഒരു ജംഗിൾ തീം ബേസ്ഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഇല്ല. അപ്പോൾ അവരുടെ ഒരു ഐഡിയ ഒരു ഡ്രീം പ്രോജക്റ്റും ആയിരുന്നു. അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തതാണ്. 8 മാസത്തോളം എടുത്തു ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആവാനും. ഇന്റീരിയർ ഫിനിഷ് ആവാൻ മാത്രം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. മനസ്സിന് കൂടുതൽ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ്. ഫുഡും ഞാനിപ്പോൾ 2 ഐറ്റം കഴിച്ചതും അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റത്തിലും എൻ്റെ ക്യൂരിയോസിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ അടുത്ത ഐറ്റം ഏത് കഴിക്കണം? നമുക്ക് ഫിഷ് ആയാലും ഒരു ഫിഷിൻ്റെ. ഏത് ഫിഷാണ് അത്? നമ്മുടെ നെയ്മീനാണ്, കിങ് ഫിഷ്. ഒറ്റ കാഴ്ചയിൽ ഒരു ബ്രെഡിൻ്റെ പീസാന്ന് തോന്നുള്ളൂ, പക്ഷെ ഇത് ഫിഷാണ്. നല്ല ക്രിസ്പിയാണ്. ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നു. കാരണം പാകത്തിന് എരിവ് ഒട്ടും കൂടുതലില്ല. പക്ഷെ ഇതൊരു ഫ്രൈ ചെയ്തെടുത്താണെന്ന് തോന്നുന്നില്ല. നമ്മൾ ഓവനിലൊക്കെ ബേക്ക് ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. ഇതിന്
ഇതിങ്ങനെ എന്തോരം ഉണ്ടെങ്കിലും കഴിച്ചോണ്ടിരിക്കാൻ തോന്നൂല്ലേ. ഫിഷ് കഴിഞ്ഞു, ഇനി അടുത്തത് ആരെ പിടിക്കണം നമുക്ക്? അത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ തുർക്കിഷ് മിക്സ് പ്ലാറ്റർ. നമ്മുടെ സ്പെഷ്യാലിറ്റിയാണ് വലിയ പ്ലേറ്റിൽ കാണുന്നത്. ആഹാ, അതിൽ എല്ലാ മിക്സഡ് എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ ഈ തുർക്കിയിലേക്ക് പോകാൻ കാരണം പെട്ടെന്ന്? തുർക്കിയിലേക്ക് ഇവിടെ എങ്ങും അങ്ങനെ അധികം ഇത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെയുള്ളതല്ല. എൻ്റെ ഇതിപ്പോൾ ട്രെയിനിങ് ചെയ്യാൻ തന്നെ വന്നത് തുർക്കിയിൽ നിന്നുള്ള ഷെഫായിരുന്നു. അദ്ദേഹം വന്ന് അത് ബേസ്ഡ് ആയിട്ടുള്ള മസാലയാണ്. നമ്മൾ മസാല വരെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ട്, അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് മട്ടൻ്റെ മിൻസ്ഡ് മട്ടനാണ്, അതിൻ്റെ ഷീക്കാണ്. അത് നമ്മുടെ സ്പെഷ്യൽ മസാലയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, കാരണം അധികം മസാലകളൊന്നുമില്ല, പക്ഷേ എന്നാൽ അതിൻ്റെ ഒരു നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. മട്ടൻ്റെ നമ്മൾ കഴിച്ചോളൂ എന്നുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ്റെ ഷീക്ക്. അതും വലിയൊരു പീസാണ്. അതൊന്നും എടുത്ത് നമുക്ക് മുഴുവനോടെ ഒന്ന് കഴിച്ചോളൂ. മുഴുവനോടെ കഴിക്കാം. സംഭവം അസലായിട്ടുണ്ട്. ഒരു വർഷം കൂടി കഴിക്കുക അല്ലേ? നല്ല സ്റ്റൈലായിട്ട് കഴിക്കാം. കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ. ഒരു 2 സെക്കൻഡ് ഞാനിതൊന്ന് ശരിയാക്കിക്കോട്ടെ. സ്പെഷ്യൽ സോസസും ഉണ്ട്. സോസ് കൂട്ടി കഴിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു ആക്ച്വൽ സെറ്റപ്പ് പുറത്തു വന്നത്. ഇപ്പം ഏത് തരത്തിലുള്ള ക്രൗഡാണ് നിങ്ങൾക്ക് കൂടുതൽ വരുന്നത്? നമുക്ക് ഇവിടെ വരുന്ന ഫാമിലി ക്രൗഡുണ്ട്. പിന്നെ ഒരു ആഫ്റ്റർനൂൺ ടൈമുകളിലൊക്കെ ഒരു ഈവനിങ് കപ്പിൾസ് വരുന്നുണ്ട്. അതുപോലെ ഫാമിലീസ് മെയിൻ കുട്ടികളാണ് കൂടുതൽ. കാരണം കുട്ടികൾക്ക് ഈ കാട് അതുപോലുള്ള നമ്മൾ സ്പെഷ്യൽ കിഡ്സിന് കളിക്കാനുള്ള എല്ലാവിധ സൗകര്യം. എന്തോ കാട്ടിൽ ചെന്ന് പെട്ട പോലെ കടുവയും സിംഹവും ഒക്കെ അലർന്ന ഒച്ചയൊക്കെ കിട്ടും. അതെന്താ സംഭവം? അത് നമ്മുടെ ജംഗിൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീം ഇതാണ്. തീം മ്യൂസിക്കാണ് നമ്മുടെ. അറിയാതെ അകത്ത് കയറിയാ പെട്ടു. അടുത്തത് നമുക്ക് വെജ് മതി. ഷീഖ് കബാബ്. വെജ് ഷീഖ് കബാബ് ഉണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റി. ഓക്കെ, വെജിറ്റബിൾ ഷീഖ് കബാബ്. ഷീഖ് കബാബ് അതിൻ്റെ സോസും ചട്നി പറയണ്ടേ? സോസ് ഇല്ലാതെ കഴിച്ചു. സോസ് ഉപയോഗിക്കുന്നത് എന്നോട് പ്രത്യേകം പറയാണെങ്കിൽ ഞാൻ വീണ്ടും എടുക്കും. ഇത് ഒരു ഓർമ്മ ഇരിക്കട്ടെ. ഇനി സോസ് കൂട്ടി കഴിച്ചാൽ എങ്ങനെ ഇരുന്നോട്ടെ? സോസ് കൂട്ടി സോസ് കൂട്ടിയപ്പോഴാണ് എൻ്റെ ശരിക്കുള്ള ഗ്ലാമർ പുറത്തു വന്നത്. ചെറിയ എരിവുണ്ട്, പക്ഷേ വെജിറ്റേറിയൻസിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഒരു എന്താ പറയുക, ഒരു സോഫ്റ്റ് ടേസ്റ്റാണ്. ഇനി മാഹിന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടി ഞാൻ എടുക്കും. ചിക്കൻ ലബാബ്ദാർ മുഗളായി ഡിഷാണ്. മുഗളായി ഡിഷ് എല്ലാം ഒരു സ്വീറ്റ് ബേസ്ഡ് ആണ്. നല്ല എന്താ പറയുക, കൊതിപ്പിക്കുന്ന സംഭവങ്ങളാണ്. നേരത്തെ പറഞ്ഞ സ്വീറ്റ് ബേസ്ഡാന്ന് പറഞ്ഞു. അതിൽ ചീസൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഗ്രേവി തന്നെ നല്ലൊരു ബെസ്റ്റ് ഐറ്റമാണ്. ഞാനത് കട്ട് ചെയ്യാൻ മെനക്കിട്ടില്ല, ഒറ്റ കഷ്ണമായിട്ട് തന്നെ അങ്ങ് കഴിച്ചു. അകത്ത് നിന്ന് കട്ട് ചെയ്തുള്ളൂ.
ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആണ് ഫുഡും. ഇപ്പം ഞാൻ കഴിച്ച ഐറ്റംസൊക്കെ നല്ല എക്സലൻ്റ് ആണ്. നമുക്ക് എന്താ പറയുക, ടോട്ടലി ഹൈജീനിക്കാണ്. അതുപോലെ നമുക്ക് വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ഈ ഒരു കോൺഫിഡൻസ് തരുന്നൊരു ഫുഡാണ്. ഇവിടെ നമുക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ട് ഒരാളോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്, ഒരു ബെസ്റ്റ് ഫുഡ് പോയിൻ്റാണ്. അതുപോലെ ഈ ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിച്ചെങ്കിലും ഞാൻ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ടില്ല. എനിക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ട് അതും കൂടെ കഴിച്ചിട്ട് വേണം പോകാൻ. ഏതാ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഈ കഴിക്കുന്നതിൽ ചൈനീസ് ട്രൈ ചെയ്തില്ല. ഈ ഇതിനകത്തുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി കുംപാവ് ചിക്കനും, പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ 2 ജ്യൂസ് കൂടി കഴിക്കാനുള്ളൊരു ഇത്. എൻ്റെ കൂടി പയ്യ ഇപ്പൊ തന്നെ ആവുമല്ലേ? കിച്ചൺ റെഡിയാണ്. കിച്ചൺ റെഡി. അപ്പൊ നമുക്കിനി ബാക്കി ചിക്കൻ കുംപാവ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് പറയാം. ഓക്കെ, ബാ.